ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും മണിച്ചാൻ്റെ വേറൊരു പാട്ടുമായിട്ടാണ്. ആദ്യം ഞാൻ ചെയ്ത വീഡിയോ 1,25,000 സംതിങ് പേരൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല അഭിപ്രായമായിരുന്നു, ഒരുപാട് കമൻസ് കേട്ടു. എല്ലാവർക്കും എളുപ്പം പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റെപ്സ് ഒക്കെ ചെയ്തു തന്നിരിക്കുന്നത് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടു. അതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ വീണ്ടും അതല്ലാണ്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ അന്ന് നമ്മൾ ചെയ്ത വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളകിലിക്കണ കുഞ്ഞോളെ ആ പാട്ടിനായിരുന്നു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് തേക്കുപാട്ടിൻ്റെ എന്ന് പറയുന്ന ആ ഒരു നാടൻ പാട്ടിൻ്റെ സ്റ്റെപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വയസ്സായിട്ടുള്ള ഒരുപാട് അമ്മമാരുണ്ട്, അവർക്കൊക്കെ ഒത്തിരി സന്തോഷമാണ്, സ്റ്റെപ്സ് പഠിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കമൻസ് കേട്ടു. അതിലെല്ലാം ഒരുപാട് സന്തോഷം. മാത്രമല്ല, ഇതാ വീഡിയോ 1,00,000 സംതിങ് പേര് കണ്ടു എന്നറിഞ്ഞതിലും മനസ്സിലാക്കിയതിലൊക്കെ എനിക്ക് ഒരുപാട് നന്ദി. സത്യത്തിലുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ ഓരോ കമൻസും, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എല്ലാം ഓരോ ആർട്ടിസ്റ്റിനും വളരാനുള്ള പ്രചോദനം തന്നെയാണ്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനിയും നമ്മൾ പുതിയ സ്റ്റെപ്സും പുതിയ ആശയങ്ങളുമായിട്ട് വരുന്നതാണ്. മെയിനായിട്ട് ഇതിൽ 5 സ്റ്റെപ്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ വീഡിയോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ട്യൂട്ടോറിയൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനേക്കാളിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ചാനൽ 12,000 സബ്സ്ക്രൈബേഴ്സ് ആണ് ആകുന്നത്. ആ ഒരു സന്തോഷം കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം എങ്ങനെയാണെന്ന്. 1 2 3 4. ഓക്കെ, അതായത് സ്റ്റേജിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കയറി വരികയാണ്. അപ്പൊ സ്റ്റേജിന്റെ മിഡിലോട്ട് എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് അങ്ങോട്ടും റൈറ്റും ലെഫ്റ്റും ഓടുക, എന്നിട്ടൊന്ന് കറങ്ങി കൊടുക്കുക. ഇതാണ് അവിടെ ചെയ്യാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പാട്ടാണ്. തേക്കുപാട്ടിന്റെ താളത്തിൽ തുള്ളടി എന്നുള്ള ആ ലൈൻ വരികയാണ്. അപ്പൊ ചെയ്യാനുള്ള സ്റ്റെപ്പാണ് 1 2 3 4. രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ തോന്നി കൊടുക്കാം. മുൻപൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്, അത് ചെയ്ത് കൊടുക്കാം. 1 2 3 4 1 2 3 4 ചെയ്യാം. 1 2 3 4 രണ്ടിലും ചാട്ടം സെയിം തന്നെ 2 പ്രാവശ്യം ചെയ്യാം കേട്ടോ. അപ്പൊ ആ ലൈൻ അങ്ങനെ കംപ്ലീറ്റ് ആവും. വീണ്ടും ഒരു ചെറിയ ബീറ്റ് വരുന്നുണ്ട്. അവിടെ എന്താ ചെയ്യണമെന്ന് പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ ഇത് രണ്ടെണ്ണം നോക്കാം എങ്ങനെയാ ചെയ്യണമെന്ന്. 1 2 3 4 1 2 3 4. നെക്സ്റ്റ് 1 2 3 4 ചാട. ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം. 1 2 3 4 1 2 3 4. ഓക്കെ, ഇത് റിപ്പീറ്റ് ആയിട്ട് രണ്ടെണ്ണം ചെയ്ത് നിർത്തുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബീറ്റ് വരുന്നുണ്ട്. അവിടെ എന്താണ് ചെയ്യണമെന്ന് നോക്കാം. 2 2 2 2 2 2 2 എന്നൊരു ബീറ്റ് വരുന്നുണ്ട്. അവിടെ ചെയ്യാനുള്ളത് 1 2 1 2. ഓക്കെ, അത് രണ്ടെണ്ണം കഴിഞ്ഞാൽ റൈറ്റ് ലെഫ്റ്റ് രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൈ ഇങ്ങനെ വെക്കുക. വീണ്ടും ഇങ്ങനെ ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇതേതാണ്ട് ഏകദേശം ഒരു 2.5 മിനിറ്റ് ഉള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഈ ഒരൊറ്റ പാർട്ട് 1 തന്നെ ഉള്ളൂ ഇതില്. അതോടുകൂടി നമ്മൾ ഈ പാട്ട് അവസാനിപ്പിക്കും. അപ്പൊ എല്ലാവരും കണ്ടു നോക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് തേക്കുപാട്ടിന്റെ താളത്തിൽ തുള്ളടി എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ ഉണ്ട്. അതിന് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. റെഡി 1 2 3 1 2 3 4 1 2 3 4. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞു തരാം. 3 1 2 3 4 1 2 3 4. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഞാറ്റുപാട്ടിന്റെ താളത്തിലാണ്. അതാണ് ആ ലൈൻ വരുന്നത്. അപ്പൊ അവിടെ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഒന്നും കൂടെ 1 2 3 4 1 2 3 4 1 2 3 4 നോക്കാം. 1 2 3 4 1 2 3 4. ഓക്കെ, അഗൈൻ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇതാണ് ചെയ്യുന്നത്. 1 2 3 4 1 2 3 4. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് തോറ്റമ്പാട്ടിന്റെ താളത്തിലാണ്. തോണിപ്പാട്ട്
പാട്ടിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ലൈനാണ്. അപ്പൊ അതിനെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതാണ് അവിടെ വരുന്ന സ്റ്റെപ്പ്. 1 2 3 4 1 2 3 4. ഓക്കെ, ഇവിടുന്ന് തുഴയുന്നു, അവിടുന്ന് കൈയടിക്കുന്നു. 1 2 3 4 1 2 3 4. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ചെയ്യാം. 1 2 3 4 രണ്ടെണ്ണം 3 4 1 2 3 4 1 2 3 4. ഓക്കെ, നോക്കാം. ഇതാണ്. വീണ്ടും ഈ ലൈൻ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് തോറ്റംപാട്ടിന്റെ. അപ്പൊ അവിടെ എന്താണ് സ്റ്റെപ്പ് നോക്കാം. 1 2 3 4 1 2 3 4 ഇതാണ് വരുന്നത്. ഒന്നും കൂടെ നോക്കാം. 1 2 3 4 1 2 3 4. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1 2 3 4 1. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. 1 2 1 2 3 4 1 2 1 2 1 2. ഓക്കെ, ഒന്നും കൂടെ 3 സ്റ്റെപ്പ്. ഇത് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും. 1 2 3 4 1 2 3 4. അത് കഴിഞ്ഞ് 1 2 3 4 1 2 1 2 1 2. ഓക്കെ, സൂംബ സ്റ്റെപ്പായിട്ട് ചെറിയ ചായകാച്ചിലൊക്കെ ഉണ്ട് ഈ സ്റ്റെപ്പുകൾക്ക്. അപ്പൊ സൂംബ പഠിച്ചവർക്കൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് ഇത് ഈ സ്റ്റെപ്പ് വെച്ച് നമുക്ക് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ തോറ്റംപാട്ടിന്റെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ ചെയ്യുന്ന സ്റ്റെപ്പാണ് കാണിക്കുന്നത്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇതും ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, കലാഭവൻ ചേട്ടൻ്റെ തന്നെ. റെഡി, നമുക്ക് നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൈയടിച്ച് തിരിയാം. ഓക്കെ, അത് കഴിഞ്ഞ് 1 2 3 4 1 2 3 4 ആണ് അവിടുത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് കൈയടിച്ച് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് 1 2 3 4 1 2 3 4. അത് തേക്ക് പാട്ടിന്റെ താളത്തിൽ തുള്ളടി തന്നെയാണ് ആ ലൈൻ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ലൈനാണ്. അപ്പൊ അതിനെങ്ങനെയാണ് സ്റ്റെപ്പ് നോക്കാം. 1 2 3 4 1 2 3 4. ഓക്കെ, ഒന്നും കൂടെ 1 2 3 4 ഫ്രണ്ടിലേക്ക് 1 2 3 4. ഓക്കെ, ഒന്നും കൂടെ നോക്കാം. 1 2 3 4 1. അപ്പൊ അത് കഴിഞ്ഞിട്ട് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. രണ്ടെണ്ണത്തിന് ഫ്രണ്ടിൽ കയറുക, രണ്ടെണ്ണത്തിന് ബാക്കിൽ കയറണം. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇത് രണ്ടാണ്ടേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ലിറിക്സ് വരും. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് തുമ്പിപ്പാട്ടിന്റെ താളത്തിൽ തുള്ളടി എന്നുള്ള ലൈനാണ്. അപ്പൊ അതിന് എന്ത് സ്റ്റെപ്പാണ് ചെയ്യണമെന്ന് നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അതായത് ഇവിടുന്ന് 1 വെക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, അപ്പൊ ഓക്കെ, ഇതാണ് അവിടെ. ഇനി വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് അവിടെ നമുക്ക് വേറെ സ്റ്റെപ്പ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീണ്ടും വരുന്നത് തുമ്പിപ്പാട്ടിന്റെ താളത്തിൽ തുള്ളടിയാണ്. അതിന് അടുത്ത സ്റ്റെപ്പ് നോക്കാം. 1 2 3 4 2 3 4 1 2 3 4. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ വരുന്നത് 1 2 3 4 1 2 3 4.
ഇതാണ് വരുന്നത്. ഇതൊക്കെ നല്ലൊരു ബോഡി എക്സസൈസും കൂടിയാണ്. ഇത് പഠിച്ചിട്ട് ഡെയിലി ഇതേ കണക്കിൽ ഈ പാട്ട് വെച്ച് പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇതൊരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഒന്നും കൂടെ നോക്കാം ഈ സ്റ്റെപ്പ്. ഓക്കെ, ഒന്നും കൂടെ സ്ലോലി കാണിച്ചു തരാം. ഓക്കെ, ഫ്രീസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നോക്കാം. വൺ ടു ത്രീ ഫോർ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പാണം പാട്ടിന്റെ താളത്തിലുള്ളടി എന്നാണ്. അപ്പൊ അതിന് ഉള്ള സ്റ്റെപ്പ് എങ്ങനെ നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, ഒന്നും കൂടെ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, വീണ്ടും തേക്ക് പാട്ടിന്റെയാണ് പറഞ്ഞത്. അത് നമ്മൾ ഇങ്ങനെ ചെയ്തില്ലേ, അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ 1 2 3 4 1 2 3 4. അത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത് നമ്മളുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ്. അപ്പൊ ആ സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടെ യൂസ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, അപ്പോ വീണ്ടും ഒരു ട്യൂൺ വരുന്നുണ്ട്. അപ്പൊ അതിന് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇങ്ങനെ പിടിക്കുക. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അങ്ങനെ 4 എണ്ണം നമ്മുടെയും കറങ്ങി ഇവിടെ ഫ്രണ്ടിൽ വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 1 2 3 4 ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഓടുക. വീണ്ടും 1 2 3 4 ഇങ്ങനെ 2 പ്രാവശ്യം രണ്ട് സൈഡിലേക്ക് ഓടുക. എന്നിട്ട് ഈ ഇവിടെ പിടിച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒന്ന് കറങ്ങി ഇങ്ങനെ നിൽക്കാം. അടുത്തത് നാടോടി പാട്ടിന്റെ താളത്തിലുള്ളടി. അത് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നാടോടി പാട്ടിന്റെ ഇതാണ് ആ ഭാഗം. നാടോടി പാട്ടിന്റെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സെയിം തന്നെ ചെയ്താൽ മതി. അടുത്തത് പറഞ്ഞത് കൊയ്ത്തുപാട്ടിന്റെയാണ്. അവിടെ വരുന്നത് ഓക്കെ, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ, കൊയ്ത്തുപാട്ടിന്റെ താളത്തിലുള്ളത്. ഓക്കെ, ലാസ്റ്റത്തെ സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞാൽ തേക്കുപാട്ടിന്റെ പറഞ്ഞിട്ട് കറങ്ങാം. കറങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ചെയ്തില്ലേ, 1 2 3 4 1 2 3 4. അത് ചെയ്യുക. അത് ചെയ്തിട്ട് കറങ്ങി ചാടി നിൽക്കുക. ഓക്കെ, കറങ്ങി പോവുക. അതല്ലെങ്കിൽ തേക്കുപാട്ടിന് സ്റ്റേജിന്റെ ബാക്കിലേക്ക് പോവാ. ഇത് കാണിച്ചിട്ട്. ഓക്കെ, ഏത് ഓക്കെ, അല്ലെങ്കിൽ 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞ സ്റ്റേജിന്റെ ബാക്കിലോട്ട് പോവാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.